സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നാണ് പടയപ്പ എന്ന് പറഞ്ഞ സിനിമ. വീണ്ടും റിലീസ് വന്നിരിക്കുകയാണ് വേൾഡ് വൈഡ്. എന്തായാലും സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ പടയപ്പ നമ്മുടെ രജനീകാന്തിന്റെ പിറന്നാൾ ദിനത്തിനനുബന്ധിച്ചായിരുന്നു പടം തിയേറ്റർ റിലീസിന് വന്നത്. എന്തായാലും ബോക്സ് വൈസ് പരിശോധിക്കാം നമുക്ക്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം 3,02,00,000 കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യന്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് 1,60,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഓവർസീസ് ആണെങ്കിൽ 27.25 ലക്ഷമാണ് കളക്ഷൻ കാണുന്നത് ഓവർസീസിൽ. അങ്ങനെ ടോട്ടൽ ഫസ്റ്റ് ദിവസം സിനിമ വേൾഡ് വൈഡ് 4,89,00,000 കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഹയസ്റ്റ് റീ റിലീസ് ഓപ്പണിംഗ് ആണ് നമ്മുടെ പടയപ്പ സിനിമ നേടിയെടുത്തിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ. ഇതുവരെ റീ റിലീസ് ചെയ്ത കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഗില്ലി എന്ന തലപതി വിജയ് സിനിമയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 4.20 കോടിയായിട്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ റീ റിലീസിന് വന്നിട്ട് ഓൾമോസ്റ്റ് 4.20 കോടിയാണ്. ഗില്ലി തൊട്ട് താഴെയായിട്ട് പടയപ്പ നിൽക്കുന്നുണ്ട് രണ്ടാം സ്ഥാനമായിട്ട് 3,02,00,000. മൂന്നാം സ്ഥാനം നോക്കുകയാണെങ്കിൽ സച്ചിൻ എന്ന് പറഞ്ഞ തലപതി പടം തന്നെയാണ്, വീണ്ടും 2,16,00,000. നാലാം സ്ഥാനം ഖുഷി എന്ന സിനിമയാണ് 89,00,000. അഞ്ചാം സ്ഥാനം ദീന എന്ന് പറഞ്ഞ സിനിമയാണ്, ആരാ നായകൻ എനിക്ക് വ്യക്തമല്ല. 70,00,000 പടത്തിന്റെ കളക്ഷൻ. എന്തായാലും പടയപ്പ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് കാത്തിരിക്കാം നമുക്ക് രണ്ടാം ദിവസം. നിമിഷം എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ പടയപ്പ വീണ്ടും തിയേറ്ററിൽ പോയി കണ്ടവർ എന്തായാലും ആ ഒരു പടത്തിന്റെ അഭിപ്രായങ്ങൾ കമ്പ്യൂട്ട് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യുക പടയപ്പ സിനിമകളിലും മറ്റ് സിനിമകളിലും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്.